ജിൻഡോയും നോറയും അപ്പം നേരത്തെ പരിചയമുള്ളവരാണ്. ബിഗ് ബോസ് വീട്ടിൽ വന്ന ഇവർ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. നോറയും ജിൻഡോയും ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഇതുവരെ ഫ്രണ്ട്സ് ആയിട്ടോ അറ്റ്ലീസ്റ്റ് പരിചയമുള്ളവരായിട്ട് പോലും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ജിൻഡോയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ 2022 നോറയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് അവർ രണ്ടുപേരും സെലിബ്രേറ്റ് ചെയ്ത് ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ഇവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണോ വന്നേ എന്നുള്ളതാണ്. ഇവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തൊന്നും അല്ല വന്നിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ കാണിക്കാത്തത്? അറിയാവുന്ന ആളുകളായിട്ട് പോലും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ ഇവരെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടായിരിക്കണം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ പിന്നീട് എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ആയിട്ട് വലിയ റിലേഷൻ ഒന്നും ഇല്ലായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇവർ ഫുൾ പ്ലാനിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ ജിൻഡോയുടെ ഇതിൽ തന്നെയാണ് പോകുന്നത്. നോറയുണ്ട് ഇപ്പൊ ഒരു ഭാഗത്ത്. ജിൻഡോയും നോറയും തമ്മിലുള്ള വഴക്കാണ് ഇപ്പോഴും തന്നെ ഒരു കോണ്ടന്റ് ആയിട്ട് പോകുന്നത്. നോറയോട് തട്ടിക്കേറുന്ന ജിൻഡോനെ നമ്മൾ കാണാറുണ്ട്, തിരിച്ച് നോറയും നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്യാറുമുണ്ട്. ആദ്യ ദിവസങ്ങളിലൊക്കെ നോറ വളരെയധികം കരച്ചിലായിരുന്നു. അതുപോലെ തന്നെ ജിൻഡോ ഒരു മണ്ടൻ എന്നുള്ളൊരു കാറ്റഗറിയിൽ വന്നിരുന്നു. ജിൻഡോ പവറിലേക്ക് വരികയും അധികാരം കിട്ടുകയും ജിൻഡോ അത്യാവശ്യം ഗെയിമൊക്കെ കളിച്ച് ജയിക്കുകയും അങ്ങനെ ജിൻഡോനെ ആളുകൾ അംഗീകരിച്ചു തുടങ്ങി. ഇപ്പൊ പവർ ടീമിലെത്തി പിന്നെ ജിൻഡോയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നോറയാണെങ്കിലും കരച്ചിലൊക്കെ മാറിയിട്ട് നോറ ഇപ്പൊ നന്നായിട്ട് എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ആയിട്ടുണ്ട്. നോറയ്ക്ക് എപ്പോഴും ഓരോ കാര്യത്തിന് ജിൻഡോ പണിഷ്മെന്റ് കൊടുക്കുന്നതായിട്ട് കാണാം. മറ്റുള്ള ഹൗസ്മേറ്റ്സിന് പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും നോറയ്ക്ക് എപ്പോഴും ജിൻഡോ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും. കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് കയറി സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ജിൻഡോ നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് പണിഷ്മെന്റ് കൊടുക്കാതെ തനിക്ക് തന്നു എന്നൊക്കെ പറഞ്ഞ് നോറ അവിടെ റിയാക്ട് ചെയ്യും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നോറയോട് സംസാരിക്കുമ്പോൾ ജിൻഡോ തട്ടിക്കയറി ചെന്നാണ് സംസാരിക്കുന്നത്, ഒരുപാട് അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ജാസ്മിനും എബ്രിയും ഒക്കെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കയറിയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു നോറയോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത്, വേറെ ആരോടും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ ജിൻഡോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നോറ പിന്നെ കഴിഞ്ഞ ദിവസം ക്യാമറയിൽ നോക്കിയിട്ടും പറയുന്നുണ്ടായിരുന്നു, നേരിട്ട് ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരുന്നപ്പോഴും പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ചില സമയത്ത് റെമോ ആണ്, അന്യനാണ്, അമ്പിയാണെന്നൊക്കെ. ഇയാള് ഫുള്ള് ഫേക്ക് ആണ്, ഇയാൾക്ക് ഒരുപാട് മുഖങ്ങളുണ്ടെന്നാണ് നോറ പറയുന്നത്. അല്ലെങ്കിലും ഇപ്പൊ എല്ലാരും തന്നെ ആക്ടിങ് ആണെന്ന് തോന്നുന്നുണ്ട്, ഇവരൊക്കെ ഫുൾ ഫേക്ക് ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ നോറയ്ക്ക് എന്തായാലും ജിന്നോനെ അറിയാതെ നമ്മൾ ഓൾറെഡി ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട് ഫോട്ടോയിൽ നിന്നൊക്കെ തന്നെ. അല്ല ഇവരുടെ ഗെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കോണ്ടന്റിന് സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നതാണ്. ഗബ്രി ജാസ്മിൻ കോംബോ ഫുൾ പ്ലാൻ ചെയ്ത് വന്ന പോലെയാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെയാണോ ഇതും? എന്താണ് തോന്നുന്നത്? അല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിലെ ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.